ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എനിക്ക് ചുരുനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഞാനും ചേട്ടനും കുഞ്ഞും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അമ്മയും അപ്പൂപ്പനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. എൻ്റെ കോലം കണ്ടിട്ടാരും ഒന്നും വിചാരിക്കില്ല. എണ്ണിച്ചതേ ഉള്ളൂ. എണ്ണിച്ചിട്ട് ചായ ഇട്ടു, കുഞ്ഞുള്ള അരി വെച്ചു, കഞ്ഞി വെച്ചു, വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും രാവിലത്തേക്ക് നൂഡിൽസ് ഉണ്ടാക്കണം, മാഗി. അപ്പോൾ മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണേ. കുഞ്ഞിൻ്റെ പാലൂപ്പി തിളപ്പിക്കാൻ വെച്ചു. വെള്ളം പാത്രം താഴെ. കിച്ചു എന്നെ ജോലിയൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ കിച്ചുവിനെ ചേട്ടൻ്റെ അടുത്തിട്ട് ചേട്ടൻ കിളിക്കൂട്ടിൻ്റെ അവിടെ. എന്താ ചെരുപ്പ്? ബാ. അച്ഛൻ്റെ അടുത്തോട്ടേയല്ലേ? ചെല്ല്. ദോ ഗൈസ്, അതിൻ്റെ അകത്ത് നിന്ന് ഒരാൾ തത്തയ്ക്ക് തീറ്റി കൊടുക്കുന്നു. വെട്ടമില്ലടാ, എൻ്റെ തത്ത ആരും കാണുന്നില്ല. ലവ് ബേർഡ്സ് ഇവർ രണ്ടുപേരും പേരല്ലേ? ആ പച്ചയെ അതും അടി കിട്ടാൻ തോന്നുന്നു. ഇതിന്റെ പേരെന്തുവായിരുന്നു? ഡയമണ്ടോ. ഇത് ജാവ. ഇങ്ങനെ കലമൊക്കെ വെച്ചല്ലേ. എന്തിയാവൻ? നമ്മുടെ വീരന്മാര് കാണോ? ആ കുട്ടി കയറിപ്പോയി. ഇവിടെ താനെന്തേ? ആണോണ്ടിരിക്കുന്ന തീറ്റി ഊതിക്കളയാൻ പോവാ. ഞാനെങ്കിൽ പോയി എല്ലാം ചെയ്തു വെക്കട്ടെ. അങ്ങോട്ട് വന്നേ കല്യാണല്ലേ ഇപ്പഴേ. ചേട്ടൻ കാണിക്കുന്ന പോലെ തന്നെ അവൻ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇനി ഊതൊന്നുമില്ല. പേർക്ക് പിന്നെ വേണം. കിച്ചുവിൻ്റെ വെള്ളവും തിളച്ചു. കിച്ചുവിൻ്റെ പാൽപ്പൊടിയും പാൽക്കുപ്പി. ഇതല്ലോ കിച്ചുവിന് കഴിക്കാനുള്ള കഞ്ഞി ഞാൻ റെഡിയാക്കിയിട്ട് തണുക്കാൻ വെച്ചേക്കുക. ഇത് ചേട്ടൻ്റെ ചായ തണുക്കാൻ വെച്ച തണുത്ത്. ഇനി മാഗി ഉണ്ടാക്കണം. പിന്നെ കിച്ചുവിനെ മിക്കവാറും ഇന്ന് അഡ്മിറ്റ് ചെയ്യും കേട്ടോ. ഡോക്ടർ പറഞ്ഞു ഇനിയും കുറഞ്ഞില്ലെങ്കിൽ കൊണ്ടുപോകുമ്പോൾ അഡ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അഡ്മിറ്റ് ചെയ്യുമെങ്കിൽ അവന് ചൂടുവെള്ളം കൊണ്ടുപോകണം. പാൽ കുപ്പിയിലെ വെള്ളം കുടിക്കത്തുള്ളൂ, പാൽ കുടിക്കുന്നത്. അപ്പോൾ അതിനുള്ളത് കൊണ്ടുപോകണം. എൻ്റെ സൗണ്ടെല്ലാം പോയി. എനിക്ക് ഇന്നലെ മുതൽ നല്ല പനിയായി. അമ്മയാണെങ്കിൽ അപ്പൂപ്പനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ സഞ്ജീവനിയിൽ തന്നെ അഡ്മിറ്റായി. ഇന്നലെ പോയി അഡ്മിറ്റായി. അപ്പോൾ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് തീർക്കണം. രാവിലെ ഞാൻ എണ്ണീച്ചു, ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എണ്ണിച്ചു. കഞ്ഞി വെച്ചു, കുച്ചുവിനുള്ള ചായ ഇട്ടു, കുടിക്കാൻ വെള്ളം തിളപ്പിച്ചു, പാത്രമെല്ലാം കഴുകി, വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു എല്ലാം കളഞ്ഞു. ഇങ്ങനെ ഇപ്പം മാഗിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിച്ചുവിനെ അഡ്മിറ്റ്. ഇപ്പോഴേ ഡ്രസ്സൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, പക്ഷേ അഡ്മിറ്റ് ചെയ്യാൻ അങ്ങനെ ചേട്ടനെ ജോലിക്ക് പോകുന്നുണ്ട്. ഞങ്ങളെ കൊണ്ടിട്ടിട്ട് നേരെ അമ്മ ഉള്ളതുകൊണ്ട് അമ്മയെ കൊണ്ട് ഡോക്ടറെ കയറുന്നുള്ളൂ. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഈ ചേട്ടൻ വൈകിട്ട് വന്നിട്ട് എന്തും എനിക്ക് ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സൊന്നും അറിയത്തില്ല ചേട്ടൻ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി വെക്കണം. പിന്നെ കിച്ചുവിൻ്റെ സാധനം എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അവൻ്റെ ഒന്നും ഞാൻ മുടങ്ങാൻ കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ മാത്രം ഞാനെല്ലാം ചേട്ടൻ വൈകിട്ട് വരുമ്പോൾ എടുത്തുകൊണ്ട് വരണമെന്ന രീതിയിൽ. അഡ്മിറ്റ് മിക്കവാറും ചെയ്യും, അവനൊട്ടും വയ്യ. അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം ജോലിയെല്ലാം ഒതുക്കിയിട്ട് വേണം കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ. അപ്പോൾ അപ്പുറത്തെ അടുക്കള ഗ്യാസിൽ ഞാൻ ചൂടുവെള്ളവും കുഞ്ഞിന് പാലുകുപ്പിയും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെടുത്ത് ഇപ്പുറത്തെ അടുക്കളയിലോട്ട് കൊണ്ടുവെക്കണം.
വെച്ചിട്ട് വേണം, അതെല്ലാം ഒതുക്കി വെച്ചിട്ട് വേണം എനിക്ക് പോയി കുളിച്ച് റെഡി ആവാൻ വേണ്ടിയിട്ട്. കിച്ചുവിനെ പിന്നെ ചേട്ടൻ ഒരുക്കിക്കോളും. ചേട്ടൻ ഒരുക്കിയാലേ അവൻ അടങ്ങി കിടക്കത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ചേട്ടൻ ചെയ്തോളും, കിച്ചുവിൻ്റെ ജോലിയില്ല. അപ്പോൾ എനിക്ക് ഇതെല്ലാം അടുക്കളയിലെല്ലാം ഒതുക്കിയിട്ട് പോയി ഒരുങ്ങിയാൽ മതി കുളിച്ച്. വെയിറ്റ് പൊക്കുന്നതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാം. ആദ്യം ഞാൻ മസാല ഇട്ട് കഴിഞ്ഞ് അതൊന്ന് തിളച്ച് വരുമ്പോഴേ നൂഡിൽസ് ഇടത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതി എന്നിട്ട് ആരും എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അത് ചോദിക്കില്ല. എൻ്റെ രീതിക്കാണ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അപ്പുറത്തെ പാനിൽ ഇവന് മുട്ട വേണമെന്ന് പറഞ്ഞു, ചേട്ടന് മുട്ട ഇട്ട് പൊട്ടിച്ച് വെച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടാക്കാൻ വെച്ചേക്കുക. അപ്പോൾ എണ്ണ ഞാൻ ഒഴിക്കുക. എണ്ണ തീർന്ന കുപ്പി ഞാൻ പൊട്ടിച്ചൊഴിക്കാൻ മറന്നുപോയി. ഇച്ചിരി പോകുന്ന എണ്ണയിൽ ഞാനത് ഒഴിച്ച് ഉണ്ടാക്കുക. ഞാൻ പൊട്ടിച്ചിടാൻ മറന്നുപോയി. പിന്നെ അപ്പുറത്തെ സൈഡിൽ മുട്ടയും പുക കൂടി വരുന്നു. ഞാൻ കുറച്ചൊക്കെ ഇട്ട് ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ അപ്പോൾ ഞാൻ നൂഡിൽസൊക്കെ ഇട്ട് അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഞാനത് ഫോൺ മാറ്റി വെച്ചു കേട്ടോ. എനിക്ക് 2 കൈ യൂസ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഫോൺ എടുത്ത് മാറ്റി വെച്ച്. അതുമല്ല ഞാൻ ഈ ഫോണിൽ നോക്കി ചെയ്യുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. മുട്ട പൊട്ടിച്ചൊഴിച്ചത് 2 കൈ ഉണ്ട്. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഞാനൊന്ന് ഗ്യാസും ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ചതാണ്. മുട്ട കരിഞ്ഞു പോയി ഗൈസ്. മുട്ട കരിഞ്ഞു പോയി. അത് കണ്ടൊന്നും വിചാരിക്കണ്ട എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്ന എന്നൊന്നും വിചാരിക്കേണ്ട. ഞങ്ങളിങ്ങനെ ഉണ്ടാക്കും. ഞാൻ അവനെന്തായാലും കഴിച്ചോളും, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അവൻ കഴിച്ചോളും, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കിച്ചൂട്ടനെ ചേട്ടൻ ഒരിക്കൽ റെഡിയാക്കി നിർത്തി ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. പക്ഷെ പിരിയോ എഴുതിയില്ല കേട്ടോ, അവൻ സമ്മതിച്ചില്ല. പിന്നെ പോകാറാകുമ്പോഴത്തേനും എഴുതണം. അങ്ങനെ എൻ്റെ ഫേസ് വാഷ് ഒന്നും ഞാൻ അറിയാതെ കാണിച്ചു പോയി. അതിൻ്റെ വാശിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കൊടുക്കാത്തതിൻ്റെ വാശി. അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ പാത്രത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയെന്ന് അവൻ എടുക്കാൻ പോവാം. ഇതാണ് ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചേട്ടോ. ഞാനിപ്പോൾ 2 ബാഗേ കൊണ്ടുപോകുന്നുള്ളൂ. കുഞ്ഞിൻ്റെ കുറച്ച് ഡ്രസ്സും പിന്നെ കുഞ്ഞിൻ്റെ മരുന്ന് പെട്ടിയും പിന്നെ ഇവൻ്റെ പാൽപ്പൊടി കഞ്ഞിയൊക്കെ കൊണ്ടുപോകുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പകുതി വഴി എത്തി. അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങി. ചേട്ടൻ ഞങ്ങളെ ഹോസ്പിറ്റലിൻ്റെ വാതിൽക്ക് കൊണ്ടുപോയിട്ട് ചേട്ടൻ ജോലിക്ക് പോകും. എന്നിട്ട് അമ്മ വെളിയിൽ ഇറങ്ങി വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ എത്താറായെന്ന്. അമ്മയും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് കയറുന്നത് അപ്പോൾ ചേട്ടൻ അങ്ങ് പോയി. ചേട്ടൻ വൈകിട്ടേ വരത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അപ്പൂപ്പൻ്റെ റൂമിൽ ഈ ബാഗും സാധനവും എല്ലാം വെച്ചു. അപ്പൂപ്പനോട് അഡ്മിറ്റ് അല്ലേ. എന്നിട്ട് ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോയേ. അപ്പോൾ ഡോക്ടറെ കാണാൻ കയറുന്ന ഡോക്ടർ വിളിക്കുന്നതിന് വരെ കിച്ചു ഇവിടെ ആയിരിക്കും. കാര്യം കിച്ചുവിനെ വെറുതെ നിർത്താൻ പറ്റത്തില്ല, അവൻ ഇറങ്ങി ഓടും. അപ്പോൾ ഈ കളിക്കുന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തുമ്പോൾ അവൻ അടങ്ങിയിരുന്നോളും. അവിടെ കുറേ പിള്ളേരെ കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ഇരുന്നോളും. പക്ഷെ ഇവനൊരു കുഴപ്പമുണ്ട് കേട്ടോ, ഇവൻ ആരുടെയും കൂടെ കളിക്കാൻ പോകത്തില്ല. ബാക്കി എല്ലാ പിള്ളേരും ഇരുന്ന് കളിക്കുമ്പോൾ ഇവൻ പക്ഷേ ഒറ്റയ്ക്കിരുന്നാണ് കളിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവൻ ഒറ്റയ്ക്കിരുന്നേ കളിക്കത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ള പിള്ളേർ വന്ന് ഇവനോട് കൂട്ടുകൂടിയാലേ ഉള്ളൂ. അവൻ ഒറ്റയ്ക്കിരുന്ന് കളിക്കും. ഡോക്ടറിനെയൊക്കെ കണ്ടു. കിച്ചുവിന് നല്ല കഫമുണ്ട്. അപ്പോൾ അവനെ അഡ്മിറ്റ് ചെയ്തു. ഇനിയിപ്പം കുത്താനായിട്ട് വരും. അതിന് മുന്നുള്ള പ്രകടനമാണ്. കുട്ടി അറിയുന്നില്ല. കുട്ടി ഇപ്പോൾ കുത്തി കയ്യിൽ പറിച്ചെടുക്കുമെന്ന് കുട്ടി അറിയുന്നില്ല. അപ്പോൾ ഞാനും പോയി ഡോക്ടറിനെ കണ്ടിട്ടോ. എനിക്ക് നല്ല പനിയും തലവേനയും തൊണ്ടവേനയുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മരുന്ന് വാങ്ങിച്ചു. ഇനി ഇവൻ്റെ കൂടെ നിൽക്കേണ്ടതല്ലേ, ഏട്ടൻ വൈകിട്ടേ വരത്തുള്ളൂ. ഇവൻ ഇതിലൊരു ടൂറിന് വന്നൊരു ഫീലായി ഇവന്. ഇവിടെ വന്ന് ഭയങ്കര തുള്ളിച്ചാട്ടവും കാര്യമൊക്കെ തന്നെ. അപ്പോൾ കിച്ചുവിനെ ഇപ്പം കുത്തി വയ്ക്കുവേ. വലിയ കയറുന്നത് ഇതിനെയാണോ അഡ്മിറ്റ് ചെയ്തത്? ഇതിനാണോ ദൈവമേ ഈ പനിയായിട്ട് ഞാൻ കൊണ്ടുവന്നതെന്ന് ആലോചിക്കുന്നത്. ഇവിടെ നിൻ്റെ കട്ടിൽ ഇതല്ല, അതെ ഇതാണ് പേഷ്യൻറ്റിൻ്റെ കട്ടിൽ. നമ്മുടെ റൂമിൽ ഇവിടെ നിന്നുള്ള വീട് ഇങ്ങനെയായിട്ട് വെറുതെ തുറക്കാനൊന്നും വയ്യ കാക്ക. അപ്പോൾ ഇതാ നമ്മുടെ റൂം. ഇവിടെ ടോയ്ലറ്റ് വരും. TV ഒക്കെ ഉണ്ട്. സഞ്ജീവനിയിൽ നിൽക്കുന്നവർക്ക് അറിയാമല്ലോ, ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം പേഷ്യൻ്റ് സഞ്ജീവനി. ദൈവമേ അതെല്ലാം കുത്തി പുറക്കുക. ഇപ്പൊ കുത്താൻ വരുമെങ്കിൽ ബാ. ഇനി ബാ, എന്തോ കാണിക്കുവാ. ഞങ്ങൾ
കഞ്ഞിയൊക്കെ കുടിച്ച് അമ്മ അപ്പുറത്തെ റൂമിലുണ്ട് കേട്ടോ. അമ്മയുടെ അപ്പൂപ്പൻ്റെ തൊട്ടപ്പുറത്തെ റൂമിൽ നമുക്ക് റൂം കിട്ടിയായിരുന്നു. ഞങ്ങൾക്ക് പറഞ്ഞെടുപ്പിച്ചാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇവനെ കുത്താൻ നേരത്തും ആഹാരമൊക്കെ കൊടുക്കാൻ നേരത്തൊക്കെ ഒന്ന് വരാൻ പറ്റും. അതെന്തായാലും കാര്യമായി. ഞങ്ങളുടെ യുദ്ധമൊക്കെ കഴിഞ്ഞ് അപ്പം ഞങ്ങളുടെ യുദ്ധമൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ക്യാൻറ്റീനൊക്കെ ഇട്ടു. നല്ല കരച്ചിലായിരുന്നു, നല്ല കരച്ചിൽ. ഇളക്കി മറിച്ചു. വേണ്ടേ ഉവാവ് കാണിച്ചോളൂ. ഉവാവ് കയ്യിൽ കടിക്കാതെ. കിച്ചു ഉറങ്ങി കേട്ടോ. ഞാനാണെങ്കിൽ അപ്പുറത്ത് പോയി അപ്പൻ്റെ റൂമിൽ പോയി കഴിച്ചിട്ട് വന്നപ്പോഴത്തേനും അമ്മ ഇവനെ ഉറക്കി കിടത്തി. ഇനി ഞാനൊന്ന് കിടക്കാൻ പോവാം. കഴിച്ചു, മരുന്ന് കഴിച്ചു ഞാനൊന്ന് കിടക്കണം. എന്നിട്ട് കിച്ചുവിൻ്റെ ഇടയ്ക്ക് എണ്ണിക്കുവാണെങ്കിൽ എൻ്റെ ഉറക്കം നടക്കത്തില്ല. കിച്ചുവിൻ്റെ ഇടയ്ക്ക് എണ്ണിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. കൈ കുത്തിയപ്പോൾ കയ്യിൽ ക്യാൻറ്റീൻ ഇട്ട ഭയങ്കര കരച്ചിലായിരുന്നു. ഇനിയും ചേട്ടൻ വരണം. ചേട്ടൻ വന്നിട്ട് കുറേ സാധനങ്ങൾ ഞങ്ങളുടെ എടുക്കാനുണ്ട്. ഞങ്ങൾ രാവിലെ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യും ഇന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ കൂടിക്കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ ഇനി അഡ്മിറ്റ് ചെയ്യാൻ ഞങ്ങൾ വിട്ട് കഴിഞ്ഞാൽ ഒന്നും എടുത്തോണ്ട് വരണ്ടാകുന്നത്. കുറച്ച് സാധനം ഇവൻ്റെ കുഞ്ഞിൻ്റെ മാത്രം എടുത്തുള്ളൂ. എൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി ചേട്ടൻ വന്നിട്ട് എല്ലാം എടുപ്പിക്കാൻ വിടണം. അപ്പോൾ കിച്ചു ഇന്ന് ഉറങ്ങി. അപ്പോൾ ഒന്നുമില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചു. ഹോസ്പിറ്റലിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഹോസ്പിറ്റലിൽ അപ്പുറത്തേനും അപ്പൂപ്പൻ്റെ റൂമിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അപ്പുറത്തോട്ട് പോയില്ല. ഫോണും കൊണ്ടല്ല പോകുന്നത്, അല്ലാതെ കഴിക്കാനൊക്കെ ഫോണൊക്കെ ഇവിടെ കുത്തിയിട്ടിരിക്കണം. അതാണ് വീഡിയോ എടുക്കാൻ. ഇനി പോകുമ്പോൾ ഫോണും കൊണ്ട് പോയി ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ അപ്പൂപ്പൻ്റെ റൂമിൽ വന്നേ ചായ കുടിക്കാൻ വേണ്ടി വന്നേ. ഞാനിനി താഴെ പോയി ക്യാൻറ്റീനിൽ നിന്ന് ചായയൊക്കെ വാങ്ങിക്കണം. എനിക്ക് വിശന്ന് തുടങ്ങി. ഇപ്പോൾ ചായ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് കണ്ടോ, റിമോട്ടും കടിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയെ വെറുതെ കേട്ടോ ഉപദ്രവിക്കുക. മുടിയൊക്കെ പിടിച്ച് വലിച്ച്. അമ്മയ്ക്കും പനിയാട്ടോ. അമ്മയെ ഹോസ്പിറ്റലിലേക്ക് ഇവിടെ ഡോക്ടറെ കാണിച്ചിട്ടൊക്കെ ഇരിക്കുക. ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇവിടെ ഫുൾ ടൈം വെറുതെ ഞങ്ങൾ അപ്പുറത്ത് റൂം എടുത്ത് വെറുതെ ഫുൾ ടൈം ഇവിടെ ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ ഇരിക്കാറേ ഇല്ല. എപ്പോഴും അവിടെ വൈകിട്ട് കിടക്കാനും ഇവനെ ഉറക്കിക്കിടത്താനും മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ വൈകിട്ട് ചായ വാങ്ങിക്കാൻ വേണ്ടി ക്യാൻറ്റീനിൽ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അടച്ചിട്ടിരിക്കുക. പിന്നെ തുറന്ന് ഞാൻ പോയി എനിക്ക് പഴംപൊരി വാങ്ങി. പിന്നെ ചായയൊക്കെ കുടിച്ച് പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങൾ ദേണ്ടെ അപ്പൂപ്പൻ്റെ റൂമിൽ തന്നെ ഞങ്ങൾ കിടക്കുക. അപ്പോഴത്തേനും ഇവനുണ്ടല്ലോ, ഇവൻ്റെ കയ്യിലിട്ടിരുന്ന ക്യാനിനൊക്കെ അടിച്ച് പൊട്ടിച്ച് കയ്യിൽ നിന്നൊക്കെ ചോരയൊക്കെ വന്ന് ഭയങ്കര സീനാക്കി. അപ്പോൾ ഞാൻ വെളിയിൽ പോയി സോക്സൊക്കെ കയ്യിലപ്പോൾ ഇവർ സോക്സ് ഇട്ട് ചേർത്തായിരുന്നു. അപ്പോൾ കടിക്കത്തില്ലെന്ന് അങ്ങനെ സോക്സും പിന്നെ ഇവന് 2 കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. കണ്ടോ, കയ്യിൽ സോക്സൊക്കെ ഇടിയിച്ച്. ഒരു തത്തയും ഒരു ഓട്ടോയും വാങ്ങിച്ചു കൊടുത്ത്. തത്തയെ വാങ്ങിച്ച വേറൊന്നുമില്ല, വീട്ടിലെ തത്ത ഉണ്ടല്ലോ, അപ്പോൾ അതിന് മിസ് ചെയ്യേണ്ടതെന്ന് ചെറിയ തത്തയെ വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ അതിലിരുന്ന് കളിക്കുക. അപ്പൂപ്പൻ്റെ റൂമിലാട്ടോ. ഞങ്ങളുടെ റൂമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ അപ്പൂപ്പൻ്റെ റൂമിലോട്ട് ഓടി വരും. അവൻ ആ റൂമിൽ ഇരിക്കത്തേ ഇല്ല. ഫുൾ ടൈം ഇവിടെ ഞങ്ങൾ വെറുതെ റൂം എടുത്തിട്ടിരിക്കുക. എന്തോയിനോ അവിടെ റൂം എടുത്തേക്കുക. ഡോക്ടർ ഇവർ മരുന്നൊക്കെ കൊടുക്കാൻ ആ റൂമിൽ കണ്ടില്ല, നേരെ നേഴ്സുമാർ ഇവിടെ വരും. ഈ റൂമിൽ കാണുമെന്ന് ചൊല്ലി ഇങ്ങോട്ട് ഓടി വരും. ഇവിടെ ഇരുന്ന് അവൻ കഞ്ഞിയാണെങ്കിലും എല്ലാം കുടിക്കുന്നത്. കാര്യം അമ്മ ഇവിടെ ആയതുകൊണ്ട് അമ്മയുടെ കൂടെ അവൻ ഫുൾ ടൈം. ഫോക്സൊക്കെ ഇടിച്ച് ഭയങ്കര വികൃതിയായിരുന്നു. എന്തോ ചോരയൊക്കെ ചാടി എൻ്റെ തലയിൽ അവിടെ പെരുത്തു പോയി. അവർ കടിച്ചിങ്ങനെ എനിക്ക് എൻ്റെ കയ്യിൽ ഇത് കുത്തിയിട്ടിട്ടുണ്ട്. ഞാൻ ആ കൈ അനക്കത്തോലുമില്ല ആ കൈ. പക്ഷെ ഇവൻ അനക്കുന്ന കാണുമ്പോൾ എനിക്കങ്ങ് പേടി വരുമോ, സൂചി അകത്തിരിപ്പില്ലേ, ഇതുപോലെ കയറി പോകുന്നതൊക്കെ എനിക്ക്. അപ്പോൾ ചേട്ടൻ വിളിച്ചു പറഞ്ഞാൽ അടുക്കാറായി എന്ന് വിളിച്ചു പറഞ്ഞേ. അപ്പോൾ ഞാൻ വെളിയിൽ വന്ന് ചേട്ടനെ കാത്തിരിക്കുക. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒത്തിരി സാധനമില്ല, അവൻ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ചേട്ടൻ വന്ന് സാധനം ഇവിടെ വെച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. എൻ്റെ ഈ സാധനം തന്നു. അപ്പോൾ എനിക്കിതെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് പോകാൻ വയ്യ, തേണ്ടാവും വരുന്നത്. അപ്പോൾ അവൻ വന്ന് ഞങ്ങൾ റൂമിൽ കയറിയപ്പോഴത്തേനും ചേട്ടൻ വന്നപ്പം ഇപ്പുറത്തെ റൂമിൽ വന്നു കേട്ടോ. അല്ലെങ്കിൽ അവൻ അപ്പുറത്തെ റൂമിലാണ്, ഫുൾ ടൈം അപ്പുറത്തെ റൂമിലാണ്. അതാണ് ചേട്ടൻ്റെ കൂടെ ഇരുന്ന് കളിക്കുക ഫുൾ ടൈം. ഇപ്പം രാത്രി ആയപ്പോൾ ഇവൻ ചേട്ടൻ്റെ കൂടെ ഇവിടെ വന്നിരിക്കുക കേട്ടോ. ചെരുപ്പെടുത്തെറിയുന്നു.
ചെരുപ്പുണ്ടടി ഗുഡ് ബോയ് ഗുഡ് ബോയ് അപ്പോൾ ഇത് ഡേ മൈ ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ ഇന്ന് രാവിലെ എണ്ണിക്ക് ഹോസ്പിറ്റലിലേക്ക് വരിക അത്രേ ഉള്ളായിരുന്നു. ഇന്നലെ അമ്മ അങ്ങ് അഡ്മിറ്റ് ആയല്ലോ, അപ്പൂപ്പനെ അഡ്മിറ്റാക്കി. അപ്പോൾ ഇന്ന് രാവിലെ അതേണ്ട ഇവനെയും കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം വേണമെങ്കിൽ, ഒരു ഗുമ്മിന് പറയാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.